ഹായ് ഓൾ. മാധവിക്കുട്ടിയെക്കുറിച്ച് സംവിധായകൻ കമൽ തയ്യാറാക്കിയ ചലച്ചിത്രാവിഷ്കാരം ആമി തിയേറ്ററുകളിലെത്തിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ ആമിയായിട്ട് നമ്മുടെ പ്രിയ നായിക മഞ്ജു വാര്യർ അഭിനയിക്കുന്നു. തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾ ഒട്ടും വിട്ടൊഴിയാത്ത ഒരു സിനിമയാണ് ആമി എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ എഴുത്തുകളെക്കാളും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ ജീവിതം ചിത്രമാകുന്നത് കൊണ്ടായിരിക്കണം. എന്തൊരു കാര്യവും തുറന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ പുരുഷന്മാർ പോലും പറയാൻ മടിച്ച കാര്യങ്ങൾ തൻ്റെ പേനയിലൂടെ ശക്തമായിട്ട് പ്രതികരിച്ച് എഴുതിയ ഒരു എഴുത്തുകാരിയാണ് കമല സുരയ്യ എന്ന് പറയുന്നത്. മാധവിക്കുട്ടി എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിൽ നിന്നും ആ ഒരു കമല സുരയ്യ എന്ന് പറയുന്ന മറ്റൊരു ജീവിതത്തിലേക്കുള്ള ആ ഒരു ചുവടുമാറ്റം തന്നെയാണ് സിനിമയിൽ പ്രധാനമായിട്ടും ഉള്ളത്. അവരുടെ ലൈഫിൽ കാമുകനായിട്ടും എല്ലാം നിറഞ്ഞു നിന്ന ശ്രീകൃഷ്ണൻ തുടങ്ങിയിട്ട് പല മതങ്ങളെ അവർ മനസ്സിലാക്കിയത് അവരുടെ ജീവിതത്തിലുള്ള പ്രണയങ്ങൾ, വിവാദങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒപ്പം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് എഴുത്തുകൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ ടച്ച് ചെയ്തു പോകുന്നുണ്ട്. കമൽ എന്ന് പറയുന്ന സംവിധായകൻ്റെയും മഞ്ജു വാര്യർ എന്ന് പറയുന്ന നായികയുടെയും ജീവിതത്തിലെ നാഴികക്കല്ലായിരിക്കും ആമി എന്ന് പറയുന്ന ചിത്രം. ഇതുപോലുള്ളൊരു സിനിമ ഇനി കമല സുരയ്യയെക്കുറിച്ച് ജനിക്കുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടൊരു കാര്യമാണ് മഞ്ജു വാര്യർക്ക് എങ്ങനെയാണ് കമല സുരയ്യയെ റിസംബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത്. പക്ഷേ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ചിത്രം കാണുന്ന ഏതൊരാൾക്കും മഞ്ജു വാര്യറിനെ ഓർമ്മയുണ്ടാവില്ല. അത് കാണുമ്പം ശരിക്കും ഒരു കമല സുരയ്യ അല്ലെങ്കിൽ അവരുടെ സ്വന്തം മാധവിക്കുട്ടിയാണ് കാണാൻ കഴിയുക. അവരുടെ ലൈഫിലുണ്ടായിരുന്ന കുറേ വിവാദങ്ങൾ, അതിനെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുമ്പോഴും പലപ്പോഴും മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് പോലും എത്ര നിഷ്കളങ്കയായിരുന്നു അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നുള്ളത് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ മഞ്ജു വാര്യരുടെ പ്രകടനത്തോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് മറ്റാരുമല്ല, മാധവിക്കുട്ടിയുടെ ലൈഫിലെ പ്രധാനപ്പെട്ട 3 പുരുഷന്മാരെ. അത് ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സിനെ വെളിവാക്കുന്നത് പോലെയായിരിക്കും. ഭർത്താവിൻ്റെ വേഷം ചെയ്തിട്ടുള്ള നമ്മുടെ മുരളി ഗോപി, അതുപോലെ അനൂപ് മേനോൻ, ഒപ്പം ടൊവിനോ തോമസ്. ഈ 3 പേരോടൊപ്പം ഉള്ള കമല സുരയ്യ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ ഒരു ബന്ധവും അതുപോലെ ഉള്ള ആ ബന്ധങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. കുറേ വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറയുമ്പോഴും എനിക്ക് ഈ സിനിമ മിസ്സാക്കുന്നവരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ. കമല സുരയ്യ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയുടെ ജീവിതം വളരെ പച്ചയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംവിധായകനും ക്രൂ മെമ്പേഴ്സിനും സാധിച്ചിട്ടുണ്ട്. പിന്നെ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം, സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ, ശ്രേയയുടെ ശബ്ദം, ഒപ്പം എം ജയചന്ദ്രനാണ് ഇതിനു വേണ്ടി സംഗീതം ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ തന്നെ അവരുടെ ലൈഫിലുള്ള എഴുത്തിൽ മാധവിക്കുട്ടി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രണയം എന്ന് പറയുന്നത് ഇങ്ങനെ താനേ ഒഴുകണ ഒരു നദി പോലെയാണ്, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഒരു നിശ്ചലയിൽ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ്സിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാധവിക്കുട്ടിയുടെ ലൈഫ് അതേപോലെ തന്നെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. ഇത് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. സിനിമ കണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയ നീലാംബരിയും നീർമാതലും ഒക്കെ വീണ്ടും നമ്മുടെ മനസ്സിൽ ഒരു നോവുകളായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും കാണാതിരിക്കരുത്, കാണേണ്ട ഒരു ചിത്രം തന്നെയാണിത്. മറ്റൊരു മൂവിയുടെ വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.